നമസ്കാരം. ഇന്ന് നമ്മൾ തലച്ചോറിലെ ഒരു പ്രധാനപ്പെട്ട രാസവസ്തു ഡോപ്പാമിൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ. ഗ്രെഗ് വില്ലാരിയലിന്റെ ഒരു ടെഡെക്സ് സംഭാഷണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ മുന്നോട്ട് നയിക്കുന്ന ഈ ഡോപ്പാമിൻ എന്താണ് ചെയ്യുന്നത്? ഈ ഡിജിറ്റൽ ലോകം അതിനെ എങ്ങനെയാണ് മാറ്റുന്നത്? പിന്നെ നമുക്കെങ്ങനെ ഇതിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാം? ഇതൊക്കെ ഒന്ന് നോക്കാം. തീർച്ചയായും. വളരെ ലളിതമായി പറഞ്ഞാൽ ഡോപ്പാമിൻ ഒരു പ്രചോദന തന്മാത്രയാണ്. പ്രചോദനം? അതെ. അതായത് ലക്ഷ്യങ്ങൾ നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പിന്നെ ഈ ഭക്ഷണം, സ്നേഹം, അങ്ങനെയുള്ള നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തേടിപ്പോകാനുമൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇതാണ്. ഇത് തലച്ചോറിലെ കോടിക്കണക്കിന് കോശങ്ങളില്ലേ, അവര് തമ്മിലുള്ള ആ സംസാരം അതിന്റെ ഒരു സ്പീഡും പവറും ഒക്കെ കൂട്ടും. നമ്മുടെ മാനസികാവസ്ഥ, ഓർമ്മ, ശ്രദ്ധ, എന്തിന് നമ്മുടെ ചലനങ്ങൾ പോലും ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ഡോപ്പാമിൻ അത്യാവശ്യമാണ്, അല്ലേ? അതെ അതെ. പക്ഷേ ഈ ഫോണിൽ മണിക്കൂറുകളോളം നമ്മളിങ്ങനെ കുത്തിയിരിക്കുന്നത് അതൊരു പ്രശ്നമാവുന്നത് എങ്ങനെയാണ്? ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്തത്, പിന്നെ അടുത്തത്, അങ്ങനെ സമയം പോകുന്നത് അറിയുന്നില്ലല്ലോ. ശരിയാണ്. ഇത് ഡോപ്പാമിനുമായിട്ട് എങ്ങനെയാ ബന്ധം? അവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. ആ അടുത്തത് കാണണം എന്നുള്ളൊരു നിർത്താതെയുള്ള ആഗ്രഹം, അത് നമ്മുടെ ഡോപ്പമിൻ സിസ്റ്റത്തെ ഒരുമാതിരി ഹൈജാക്ക് ചെയ്യുകയാണ്. ഹൈജാക്ക് ചെയ്യുകയോ? ഇത് പിന്നെ ഉത്കണ്ഠ, മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ ഞാൻ മാത്രം പിന്നിലായോ എന്നൊരു തോന്നല്, അതായത് ഫോമോ എന്ന് പറയില്ലേ? ഫോമോ. പിന്നെ ചിലപ്പോ വിഷാദം, ആത്മവിശ്വാസക്കുറവ്, ഇതിലേക്കൊക്കെ നയിക്കാം. ഗ്രെഗ് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. സൗജന്യമായി കിട്ടുന്ന പ്രതിഫലം ശത്രുവാണ്. സൗജന്യ പ്രതിഫലം ശത്രുവോ? അതെന്തങ്ങനെ? അതായത് വലിയ പ്രയത്നമൊന്നുമില്ലാതെ കിട്ടുന്ന സന്തോഷങ്ങൾ. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, അല്ലെങ്കിൽ ഒരു ക്ലിക്കിൽ പാട്ട് കേൾക്കുന്നത്. ശരിയാണ്. ഇതൊക്കെ നമ്മുടെ തലച്ചോറിനെ പെട്ടെന്ന് മടുപ്പിക്കും. ശരിക്കുള്ളൊരു എഫേർട്ട് ഇട്ട് കിട്ടുന്ന സന്തോഷത്തിന്റെ ആ ഒരു വിലയില്ലേ, അത് കളയും. ശരിയാണ്. പണ്ടത്തെ കാലം ഓർത്താൽ ഈ വ്യത്യാസം നല്ല വ്യക്തമാവും. അതെ. ഗ്രെഗ് തന്നെ പറയുന്നുണ്ടല്ലോ, പുള്ളിയുടെ കൗമാരത്തിലൊക്കെ ഒരു പാട്ട് കേൾക്കാൻ റേഡിയോയിൽ ഇങ്ങനെ കാത്തിരിക്കണം, അല്ലെങ്കിൽ കാസറ്റ് പോയി വാങ്ങണം. അതെ, ആ കാത്തിരിപ്പ്, ആ ഒരു പ്രയത്നം, അതൊക്കെ കഴിഞ്ഞ് പാട്ട് കേൾക്കുമ്പം കിട്ടുന്നൊരു സന്തോഷം, അതൊന്ന് വേറെ തന്നെയായിരുന്നു. കൃത്യം. ആ ഡോപ്പമിൻ പതിയെ സ്വാഭാവികമായി കൂടുകയായിരുന്നു. ഇന്നങ്ങനെയല്ല, എല്ലാം ഇൻസ്റ്റന്റാണ്, വിരൽത്തുമ്പിൽ കിട്ടും. അതെ. ഈ തൽക്ഷണ സംതൃപ്തി, അത് ശരിക്കും ഒരു തരം തൽക്ഷണ വിഷാദത്തിനും വഴിവെക്കാം. തൽക്ഷണ വിഷാദം? കാരണം നമ്മുടെ തലച്ചോറ് ഈ എളുപ്പത്തിൽ കിട്ടുന്ന ഉത്തേജനങ്ങളുമായിട്ട് പെട്ടെന്നങ്ങ് പൊരുത്തപ്പെടും. കാലക്രമേണ അതേ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ഇതിലും കൂടുതൽ ശക്തമായ ഉത്തേജനം വേണ്ടിവരും. ഇത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം തന്നെ മാറ്റുന്നുണ്ട് ശരിക്കും. തലച്ചോറിലെ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാവോ? പ്രധാനമായും നമ്മുടെ തലച്ചോറിലെ ഈ ചിന്തിക്കുന്ന ഭാഗം, അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, പിന്നെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം അമിഗ്ഡാല. PFCയും അമിഗ്ഡാലയും. അതെ. ഇത് രണ്ടും തമ്മിൽ ഒരു നിരന്തര സംഭാഷണം നടക്കുന്നുണ്ട്. തീരുമാനങ്ങളെടുക്കാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു സംഭാഷണമാണ്. ശരി. അപ്പോ ഈ അമിതമായ ഡിജിറ്റൽ ഉപയോഗമുണ്ടല്ലോ, അത് ഈ സംഭാഷണത്തെ തടസ്സപ്പെടുത്തും. അപ്പോൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറയും, ശ്രദ്ധ കുറയാനും ചിലപ്പോ ശരിയായ തീരുമാനങ്ങളെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാനുമൊക്കെ ഇത് കാരണമാവാം. ആണോ? പിന്നെ വേറൊരു കൗതുകമുള്ള കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്പർശനവും മറ്റ് ശരീരത്തിലെ സെൻസേഷനുകളും തിരിച്ചറിയുന്നൊരു ഭാഗമുണ്ട്, സൊമാറ്റോ സെൻസറി കോർട്ടെക്സ്. അതും സജീവമാവുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. അപ്പോ ഈ ഡിജിറ്റൽ അനുഭവം നമ്മുടെ ശരീരത്തെ വരെ ബാധിക്കുന്നുണ്ട്? ഒരു തരത്തിൽ അതെ. അതിന്റെ ദീർഘകാല ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായി അറിയില്ല, അത് പഠിച്ചു വരുന്നതേയുള്ളൂ. അപ്പോൾ ഈ ടെക്നോളജി കമ്പനികൾ നമ്മളെ കൂടുതൽ സമയം ഓൺലൈനിൽ നിർത്താൻ അൽഗോരിതം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കണല്ലേ? തീർച്ചയായും. അവർക്ക് നമ്മളെ അവിടെ നിർത്തണം, എളുപ്പത്തിൽ പ്രതിഫലം തന്ന് ഒരു തരത്തിൽ അടിമയാക്കുകയാണ്. ഇത് നമ്മളെ ശരിക്കുള്ള മനുഷ്യബന്ധങ്ങളിൽ നിന്നും പഠനത്തിൽ നിന്നൊക്കെ അകറ്റുന്നുണ്ടാവും. സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ നിസ്സഹായരായിരിക്കേണ്ട കാര്യമുണ്ടോ? ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? വഴികളുണ്ടോ? വഴികൾ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ടെക്നോളജിയെ പേടിച്ചിട്ട് കാര്യമില്ല, അതിനെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്.
ഡോക്ടർ ഗ്രെഗ് ഇതിനെ ഡോപ്പമീൻ ഹാക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഡോപ്പമിൻ ഹാക്കുകളോ? അതെന്താണ്? അതായത് നമ്മുടെ ഈ ഡോപ്പമിൻ സിസ്റ്റത്തെ നമ്മൾ തന്നെ ബോധപൂർവം ഒന്ന് സ്വാധീനിച്ച് ആരോഗ്യകരമായ രീതിയിൽ സന്തോഷവും പ്രചോദനവും കണ്ടെത്താനുള്ള ചില എളുപ്പവഴികൾ. ഓഹോ. ഇവയെല്ലാം ശരിക്കും കുറച്ച് പ്രയത്നം ആവശ്യമുള്ള എന്നാൽ സ്വാഭാവികമായി പ്രതിഫലം തരുന്ന കാര്യങ്ങളാണ്. ആഹാ, കൊള്ളാമല്ലോ. അതെന്തൊക്കെയാണ് ആ ഹാക്കുകൾ? കേൾക്കാൻ നല്ല താല്പര്യമുണ്ട്. വളരെ ലളിതമായ കാര്യങ്ങളാണ് പലതും. ഒന്ന്, രാവിലെ ഉണർന്ന ഉടനെ ഫോൺ എടുത്തു നോക്കാതെ ഒരു 15 മിനിറ്റ് പുറത്തിറങ്ങി നല്ല സൂര്യപ്രകാശം കൊള്ളുന്നത്. അത് നമ്മുടെ സ്വാഭാവിക ഡോപ്പമിൻ വർദ്ധിപ്പിക്കും. അതുപോലെ പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം. പിന്നെ ഒരു 3 മിനിറ്റ് തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കുന്നത് നല്ല ഉന്മേഷം കിട്ടും. തണുത്ത വെള്ളത്തിലോ? അതെ. പിന്നെ വ്യായാമം ചെയ്യുന്നത്, ചിലപ്പോ കുറച്ച് പുഷപ്പുകൾ അല്ലെങ്കിൽ ഒന്ന് ഓടുന്നത്, എന്തിന് നമ്മുടെ മുറി ഒന്ന് വൃത്തിയാക്കുന്നത് പോലും ആ ഒരു പ്രയത്നത്തിന് ശേഷം കിട്ടുന്ന സംതൃപ്തിയില്ലേ, അത് ഡോപ്പമിൻ കൂട്ടും. പിന്നെ നോമ്പെടുക്കുന്നത്, ഉപവാസം, അത് തലച്ചോറിനെ ഡോപ്പമിനോട് കുറച്ചുകൂടി സെൻസിറ്റീവ് ആക്കും. നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഓർത്തു നോക്കൂ. അതാണ് സ്വാഭാവിക ഡോപ്പമിൻ റിവാർഡ്. ശരിയാണ്. പിന്നെ ഒരുപക്ഷേ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒന്ന്, ഒരു 15 മിനിറ്റ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക, നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, നമ്മൾ ജീവനോടെ ഇരിക്കുന്നതിൽ ഒരു നന്ദി തോന്നുക. ഈ ഒന്നും ചെയ്യാതിരിക്കുക എന്നത് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറടിയായിരിക്കുമല്ലേ? ഫോൺ എടുക്കാൻ തോന്നും. അതെ. അവിടെയാണ് നമ്മുടെ നിയന്ത്രണം വരുന്നത്. ആ സമയത്ത് സ്വയം ഒന്ന് ചോദിക്കുക, എനിക്കിപ്പോ എന്താ തോന്നുന്നത്? ഒരു അസ്വസ്ഥതയോ ബോറടിയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നതിന് പകരം വേറെന്തെങ്കിലും ചെയ്യാം. വേറെന്ത് പോലെ? ഒരു പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ ചുറ്റുമൊന്ന് നോക്കാം, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാം. അതുപോലെ ജേണൽ എഴുതുന്നത് നല്ലതാണ്. മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുന്നത്, വീട്ടുകാരോടോ കൂട്ടുകാരോടോ സംസാരിക്കുന്നത്, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്, ഇതൊക്കെ ഡോപ്പമിൻ ആരോഗ്യകരമായി വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ നിയന്ത്രണം നമ്മൾ തിരിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി കൂടും, മാനസികാവസ്ഥ മെച്ചപ്പെടും, നല്ല ശീലങ്ങൾ തുടങ്ങാൻ ഒരു പ്രചോദനം കിട്ടും എന്നൊക്കെയാണോ? അതെ, കൃത്യമായി. നന്നായി ഭക്ഷണം കഴിക്കാനും വ്യായാമം ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ വളർത്താനുമൊക്കെ ഇത് സഹായിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ തന്നെ തിരിച്ചു വരികയാണ്. കൊള്ളാം. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് നമ്മുടെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് പറയാം, അല്ലേ? തീർച്ചയായും. ഡോക്ടർ ഗ്രെഗ് നിർദ്ദേശിച്ച ഈ വഴികളൊക്കെ, ഈ ഹാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ന് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഈ ഡിജിറ്റൽ ലോകവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ ഈ സംഭാഷണം സഹായിക്കുമെന്ന് കരുതുന്നു. ഉറപ്പായും. ഒരു അവസാന ചിന്തയായിട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഡോപ്പമിൻ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ന് നിങ്ങൾ എന്താദ്യപടി വയ്ക്കും? അതൊന്നാലോചിച്ചു നോക്കൂ.